ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമ മാർച്ച് 27-ാം തീയതിയാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ വിരലിലെണ്ണാവുന്ന ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ സിനിമയുടെ ഏറ്റവും പുതിയ വമ്പൻ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തവണ സിനിമയുടെ ഗ്ലോബൽ പ്രീസെയിൽ കളക്ഷൻ മാത്രമല്ല റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഡീറ്റെയിൽ കളക്ഷൻ കൂടി വന്നിരിക്കുന്നു എന്നതാണ് ആദ്യം പ്രേക്ഷകരെ പ്രത്യേകം അറിയിക്കാനായിട്ടുള്ളത്. നേരത്തെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുന്നേ തന്നെ 30 കോടിയിലധികം വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത എമ്പുരാൻ ഇപ്പോഴത്തെ ഈ രാത്രി 9 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 33 കോടി 34 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ആവേശകരമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ 35 കോടിയിലേക്ക് എമ്പുരാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ എടുക്കുകയാണ്. അത് ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ അതല്ലെങ്കിൽ നാളെ ഞായറാഴ്ചത്തെ പ്രീസെയിലോടെ സിനിമ നേടിയെടുക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കേരളത്തിൽ നിന്നുള്ള സിനിമയുടെ കൃത്യമായ പ്രീസെയിൽ ഇനിയും പുറത്തു വന്നിട്ടില്ല. 9 കോടി കടന്നിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ 10 കോടി എത്തപ്പെട്ടോ ഇല്ലയോ എന്ന് ഇനിയും വ്യക്തതയില്ല. എന്തായാലും വേൾഡ് വൈഡ് 35 കോടിയും കേരള പ്രീസെയിൽ 10 കോടിയും ഇന്ന് അർദ്ധരാത്രിയോടെ അതല്ലെങ്കിൽ നാളെയോടെ സിനിമ എത്തപ്പെടുന്നതാണ്. എന്തായാലും ആ മൈൽ സ്റ്റോൺ നേട്ടത്തിന്റെ വാർത്ത കേൾക്കുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. എമ്പുരാൻ എന്ന സിനിമയുടെ കളക്ഷനിൽ ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു മേഖലയാണല്ലോ കേരളത്തിന് പുറത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷൻ. വിദേശ രാജ്യങ്ങളിലും ഒപ്പം തന്നെ കേരളത്തിലും ഇത്രയധികം തരംഗമായിട്ട് എമ്പുരാൻ പോകുമ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തരംഗമാകാതെ പോകുന്നത് ശരിയല്ല എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കർണാടക ഒഴികെ നോക്കുകയാണെങ്കിൽ മറ്റെല്ലാ മേഖലകളിലും ഇനിയും എമ്പുരാൻ തരംഗം തുടങ്ങിയിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3 കോടി 11 ലക്ഷമാണ് കേരളത്തിന് പുറത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. ഈ 3 കോടി 11 ലക്ഷത്തിൽ 1 കോടി 82 ലക്ഷവും കർണാടക സംസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുന്ന കളക്ഷനാണ്. ഇതിനിടയിൽ നിരാശ നൽകുന്ന ഒരു റിപ്പോർട്ട് എന്തെന്നാൽ എമ്പുരാൻ പാൻ ഇന്ത്യൻ ഭാഷകളിലാണല്ലോ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത്. എന്നിട്ടും 10 ലക്ഷം രൂപ മാത്രമേ മലയാളമല്ലാത്ത പതിപ്പുകളിൽ നിന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എമ്പുരാന് കളക്ഷൻ വന്നിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ പ്രൊമോഷനോടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമ കരുത്താർജിക്കുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ഒരു 5-10 കോടി റേഞ്ച് എല്ലാം തന്നെ ആദ്യ ദിവസം സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മലയാളികൾ അന്യഭാഷാ സിനിമകൾക്ക് നൽകുന്ന സപ്പോർട്ട് നമുക്കും തിരിച്ചു കിട്ടട്ടെ, അതും നമ്മുടെ വലിയ സിനിമയിലൂടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ എമ്പുരാന്റെ അടുത്ത കൃത്യമായ വേൾഡ് വൈഡ് പ്രീസെയിൽ റിപ്പോർട്ടുകൾക്ക്.